അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സമാധാനം കിട്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ഇഷ്ക് മദീന എന്ന ഈ ചാനലിലൂടെ ഓരോ ദിവസം ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും അതുപോലെ തന്നെ ദിക്റുകളായിട്ട് ഒപ്പമായിട്ട് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഉമ്മമാരും സഹോദരിമാരും എപ്പോഴും ടെൻഷൻ പറയുന്ന ഒരു കാര്യമാണ്. ഒരു 99% പേരും സഹിക്കുന്ന പ്രയാസമാണേത്? കടം കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ടെൻഷന്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതടക്കാൻ പറ്റാത്ത പ്രയാസം, വീട് ജപ്തിയായിട്ടുണ്ട്, അതുപോലെ ആരുടെയെങ്കിലും കുടുംബക്കാരുടെയൊക്കെ പണ്ടം വാങ്ങി അത് പണയം വെച്ച് അത് എടുക്കാൻ കഴിയാതെ ആകെ വിഷമമാണ്. ഇന്ന ഡേറ്റ് ആകുമ്പോഴേക്കും ഇത്ര പൈസ കൊടുക്കാനുണ്ട്, ഒരു വഴിയും കണ്ടിട്ടില്ല, പേടിയും ബേജാറുമാണ്, സമാധാനമില്ല എന്ന് ദിവസമായിട്ട് കമൻറ്റ് കാണാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് വിഷമം പറഞ്ഞ ഒരു സഹോദരിക്കുണ്ടായിട്ടുള്ള അനുഭവമാണ് ഇത്. കേൾക്കുന്ന സമയത്ത് നിങ്ങളും ഇതേപോലെ തന്നെ അൽഹംദുലില്ലാ പ്രതീക്ഷയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും എത്ര കഠിനമായിട്ടുള്ള പ്രയാസമാണെങ്കിലും നിങ്ങൾക്കത് അള്ളാഹു സാധിപ്പിച്ചു തരും. ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിലാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി, നല്ല ഇഖ്ലാസോടുകൂടി ആ ഒരു സഹോദരി എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ്. നിങ്ങൾ ഇത് വീഡിയോയിൽ പറയണം, ആർക്കെങ്കിലും ഉപകരിച്ചോട്ടെ, അതുപോലെ എൻ്റെ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടോ. ഞാൻ റമളാൻ മാസമാണല്ലോ, ദിക്റും കാര്യങ്ങളും മജ്‌ലിസൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. പൈസ 1,00,000 രൂപയാണ് അവൾക്കൊരു ആൾക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. 1,00,000 രൂപ. അതിനൊരുപാട് ടെൻഷൻ അടിച്ച് പ്രയാസപ്പെട്ട് സമാധാനമില്ലാതെ ഉറക്കം നിന്ന് 2 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞെട്ടി ഉണരുകയാണ്. സമാധാനം കിട്ടുന്നില്ല. അതോ ഭർത്താവ് അറിയുകയുമില്ലാന്ന്. ഭർത്താവ് അറിയാതെ അവൾക്ക് എന്തോ ഒരു ആവശ്യത്തിന്, എന്തോ ഒരു കുടുംബപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവൾ പണം കടം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവളുടെ കൂട്ടുകാരിയുടെ അടുത്തുനിന്ന് പണം കടം വാങ്ങി 3 വർഷം കഴിഞ്ഞു. ഇതുവരെ അവൾ എന്നോടത് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവൾക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൂട്ടുകാരിക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് എങ്ങനെയാണ് ചോദിക്കുക എന്ന് കരുതിയിട്ടാണ് അവൾ ചോദിക്കാതിരിക്കുന്നത്. എനിക്കാകെ വിഷമമാണ്. അവൾ ഇങ്ങോട്ട് ചോദിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അതൊന്ന് കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി എൻ്റെ റബ്ബ് കാണിച്ചു തരൂ എനിക്കൊരു സ്വലാത്തോ ദിക്റോ നിങ്ങൾ പറഞ്ഞു തരുമോ എന്ന് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് അവൾ ചോദിച്ചത് എന്നാണെന്നറിയോ? ഈ റമളാൻ മാസത്തിൻ്റെ ഒക്കെ ഒരു 10 ദിവസം മുന്നൊക്കെ ആയിരിക്കും. ഒരാഴ്ച മാത്രമാണ് ഇതേപോലെ ഈ ഒരു അമൽ തുടരെയായിട്ട് അവൾ ചെയ്തിട്ടുള്ളത്. മെനിയാന്നും അവൾ വിളിച്ചിട്ട് ഈ ഒരു അനുഭവം എന്നോട് പറഞ്ഞത്. മെനിയാന്നാണ് അവൾ ഈ വിളിച്ചെന്നോട് ഈ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട് അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറയാൻ വന്നിട്ടുള്ളത്, അവൾ ചൊല്ലിയ ദിക്ർ ഏതാണ്, സ്വലാത്ത് ഏതാണ്, എത്ര എണ്ണം നിയ്യത്താക്കിയിട്ടാണ് അവൾ ചൊല്ലിയിട്ടുണ്ടായിരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഏത് ദിക്റൊക്കെ കേൾക്കുന്ന സമയത്തും നിങ്ങളിപ്പോൾ ഏത് ദിക്ർ, അസ്തഗ്ഫിറുല്ലാഹ് എന്നായിക്കോട്ടെ, അത് നിങ്ങൾ ദിവസമായിട്ട് ചൊല്ലിക്കോളി. നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യം അല്ലാഹ് റെഡിയാക്കി തരും. മനസ്സിൽ ഇഖ്ലാസ് വേണം, തെക്കുവ വേണം, പ്രതീക്ഷയും വേണം. അള്ളാഹുവിലേക്കാണ് ഞാൻ ദിക്ർ ചൊല്ലുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കുമല്ല എൻ്റെ ഈ മനസ്സിലെ ഈ പ്രയാസമല്ല തീർത്ത് തരും എന്നൊരു മനസ്സ് നിങ്ങൾക്ക് ആദ്യം വേണം. അല്ലാണ്ട് ഞാനിപ്പോൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലിയല്ലോ, ഒരുപാട് സ്വലാത്തുകളൊക്കെ ഞാൻ ചൊല്ലിയല്ലോ, എനിക്കെന്നും പ്രയാസവും ബുദ്ധിമുട്ടാണ്. അതെന്താ? അല്ലാഹ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അല്ലാഹ് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹ് നിങ്ങളെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിസ്കരിക്കാതെ നടക്കുന്ന ഒരാൾ, സുന്നത്തില്ല, നിസ്കാരമില്ല, അതുപോലെ തന്നെ നോമ്പെടുക്കില്ല, ഖുർആൻ ഓതില്ല, നല്ല സദസ്സിലേക്ക് പോവില്ല, ദിക്ർ മജ്‌ലിസിലേക്ക് ഇറങ്ങില്ല, ഇതുപോലെയൊക്കെ നടക്കുന്ന ആൾക്ക് നമ്മളെ കണ്ണിൽ എന്താ? അവർക്കൊക്കെ നല്ല സുഖമാണ്. എന്നോട് പറഞ്ഞവരുണ്ട്, വാട്സപ്പിലൂടെ തന്നെയായിട്ട് പറഞ്ഞവരുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അവർക്കൊക്കെ നല്ല സുഖമാണ്. എനിക്കെന്നും ബുദ്ധിമുട്ടും പ്രയാസമാണ്. ഞാൻ ഒരു വക്ത് നിസ്കാരം എനിക്ക് ബുദ്ധി വെച്ചേരം ഞാൻ ഖളാ ആക്കിയിട്ടില്ല.
നിസ്കരിക്കാതിരുന്നിട്ടില്ല കരുതിക്കൂട്ടി. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കുന്നുണ്ട്, ളുആ ഞാൻ നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് ഞാൻ നിസ്കരിക്കുന്നുണ്ട്. എന്തിന് വുളൂഇൻ്റെ സുന്നത്ത് പോലും, സുന്നത്ത് നിസ്കാരം പോലും ഞാൻ നിർവഹിക്കുന്നുണ്ട്. ഇതുവരെ അതൊന്നും ഞാൻ വിട്ടിട്ടില്ല. എനിക്കെന്നും ബുദ്ധിമുട്ടും ടെൻഷനും പ്രയാസവുമാണ്. അവർക്കും നിസ്കരിക്കാത്തവരാണ് അവർ യത്തീമക്കളെ സ്നേഹിക്കാത്തവരാണ്. ഞാനൊക്കെ എൻ്റെ ഇല്ലാഞ്ഞിട്ടും പാവപ്പെട്ടവരെ നോക്കിയിട്ട് ഞാൻ സ്വതക്ക വരെ ഞാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അള്ള നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ള പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ദിക്റ് ചൊല്ലി നോക്കി, ഒരുപാട് സ്വലാത്ത് ചൊല്ലി നോക്കി, എനിക്ക് ഫലം കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് അതൊക്കെ നിർത്തിവെക്കല്ല വേണ്ടത്. അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് അടുത്തോണ്ടിരിക്കുക. ഒരു ദിക്റ് ചൊല്ലുകയാണെങ്കിൽ ആ ദിക്റിൽ നിങ്ങൾ വിശ്വസിക്കണം. ആ ദിക്റ് നിങ്ങൾ ഇഖ്ലാസോട് കൂടിയിട്ട് ദിവസമായിട്ട് ചൊല്ലണം. നിങ്ങളെ മനസ്സിലിപ്പോൾ കടം കൊണ്ടുള്ള വിഷമമാണ് ഉള്ളത് എങ്കിൽ ആ പ്രയാസം മനസ്സിൽ വെച്ച് ദിവസമായിട്ടും ആ ദിക്റ് നിങ്ങൾ ഒരെണ്ണം ആദ്യം നിങ്ങൾ നിയ്യത്താക്കുക, കണക്കാക്കി വെക്കുക. എന്നിട്ട് ആ എണ്ണത്തിൽ ദിവസമായിട്ട് നിങ്ങൾ ചൊല്ലി നോക്കി. നിങ്ങൾക്കൊരു ദിവസം അതിനുള്ള ഫലം നിങ്ങൾ റബ്ബ് കാണിച്ചു തരും, ഉറപ്പാണ്, ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്, ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള, അവളോട് നിയ്യത്താക്കി ചൊല്ലാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ്. ആദ്യം ഞാൻ അവളോട് പറഞ്ഞത്, ഞാൻ എന്ത് കാര്യമാണെങ്കിലും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ആദ്യം മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി തുടങ്ങണമെന്ന്. ഞാൻ അവളോട് പറഞ്ഞത്, ആദ്യം 3 ഫാത്തിഹ വിളിക്കുക. ആർക്ക്? നമ്മുടെ റസൂലിൻ്റെ പേരിൽ, ഇലാ ഹദ്റത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഓതുക. 3 ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞിട്ട് 11 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. ഇതൊക്കെ ഒരേ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ചൊല്ലണം എന്ന്. അതിപ്പം ഒരു അസറിൻ്റെ സമയത്താണെങ്കിലും സുബൈൻ്റെ സമയത്താണെങ്കിലും അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. എപ്പോഴാണ് നമുക്ക് ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ളുഹർ നിസ്കാരത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽ നാളെ ഈ ളുഹറിൻ്റെ സമയത്ത് തന്നെ ചൊല്ലണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ദിവസമായിട്ട് ചൊല്ലണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം 3 ഫാത്തിഹ ഓതാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്വലാത്തുൽ ഫാത്തിഹ 11 ഓതാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ് 33. അത് കഴിഞ്ഞിട്ട് ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗലാ വനീമൻ നസീർ എന്ന ദിക്റ് 33 തവണ. അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റ് 33 തവണ. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്വലാത്തുൽ ഫാത്തിഹ 11. ഈ ഒരു രീതിയിലാണ് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരാഴ്ച മാത്രം അത്ഭുതമായിട്ട് ഫലം കിട്ടി, അൽഹംദുലില്ലാ. അത് കേട്ട സമയത്ത് ഞാനും അതിശയപ്പെട്ടു പോയി. ഇത്ര പെട്ടെന്ന് അവൾക്ക് ആ 1,00,000 രൂപ കടം അവളെ സഹായിച്ചതാണ് കേട്ടോ. ആ പണം അവൾ ഒരാളോട് വിഷമം പറഞ്ഞ് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്, ഇന്നാലിൻ്റെ കാര്യത്തിൽ ഞാൻ ടെൻഷനാണ് എന്ന് പറഞ്ഞ സമയത്ത് അവളോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്, ഞാൻ സഹായിക്കാൻ, നീ ടെൻഷൻ ആവണ്ട എന്ന്. അങ്ങനെ കൊടുക്കാനുണ്ടായിരുന്ന 1,00,000 രൂപ ഇവൾക്ക് കയ്യിൽ കൊടുത്തു. ആ കടം വീട്ടി. ഇനി ഇവരുടെ കടം തിരക്കില്ല, നീ ബേജാറാവണ്ട, നിനക്ക് കിട്ടുന്ന സമയത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവളുടെ വീടിൻ്റെ അടുത്തുള്ള അയൽവാസി ഒരു താത്ത എന്നാണ് പറഞ്ഞത്, അവരാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അൽഹംദുലില്ലാ, കണ്ടില്ലേ ഫലം കിട്ടിയത്. അപ്പം ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി. ആദ്യം 3 ഫാത്തിഹ. ആർക്ക്? നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അത് ഓതുമ്പം അവിടത്തേക്ക് ഇങ്ങനെ മനസ്സ് കൊടുത്തുകൊണ്ട് വേണം ഓതാൻ. ആ സ്നേഹത്തോട് കൂടിയിട്ട് ആ 3 ഫാത്തിഹ മദീനയിലേക്ക് എത്തട്ടെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് 11 ഫാത്തിഹയും മദീനയിലേക്ക് എത്തട്ടെ. ഫാത്തിഹ അല്ല, 11 സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഖ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് വന്നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തുകൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിൽ അളീം. സ്വലാത്തുൽ ഫാത്തിഹ 11 തവണ. അത് കഴിഞ്ഞിട്ട് ദിക്ർ ഏതാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കട്ടോ. സ്വലാത്തുൽ ഫാത്തിഹ ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ദിക്ർ ഏതാണ്? ആദ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം 33 തവണ. അത് കഴിഞ്ഞിട്ട്
ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗലാ വനീമൻ നസീർ. ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗലാ വനീമൻ നസീർ. ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗലാ വനീമൻ നസീർ. എന്താണ് അതിൻ്റെ അർത്ഥം? മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലുക. എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എൻ്റെ റബ്ബിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ്. എൻ്റെ റബ്ബ് എനിക്ക് അതിൻ്റേതായ ഹലാലായിട്ടുള്ള മാർഗം എൻ്റെ മുന്നിൽ കാണിച്ചു തരും എന്ന മനസ്സോട് കൂടിയിട്ട് ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗലാ വനീമൻ നസീർ. അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദിക്റിനൊരു ചരിത്രം തന്നെയുണ്ട് അല്ലേ? നിങ്ങൾക്കറിയില്ല ചരിത്രമൊക്കെ? ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല, അറിയുന്നവരായിരിക്കും ഉമ്മമാരൊക്കെ. അപ്പോൾ ഈ ദിക്റും ചൊല്ലിക്കഴിഞ്ഞിട്ട് വീണ്ടും സ്വലാത്തുൽ ഫാത്തിഹി 11 തവണ, എന്നിട്ട് ദുആ ഓരോ ദിവസം ഇതേപോലെ ചൊല്ലിയിട്ട് എല്ലാ ദിവസവും ലാസ്റ്റായിട്ട് ദുആ ചെയ്യണം. എന്ത്? റബ്ബേ, എനിക്ക് ഇന്നാലിൻ്റെ കടമുണ്ട്, ഇന്നാലിൻ്റെ വിഷമമുണ്ട്, അത് നീ തീർത്ത് തരണേ അല്ലാ. ഞാൻ അതിനാണ് നീയത്താക്കി വരുന്നത്. എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ട്, നീ എന്നെ കൈവിടില്ല എന്ന്. എനിക്കൊരു ഹലാലായിട്ടുള്ള മാർഗം എൻ്റെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ലാ എന്ന് അള്ളാനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് നോക്കി. നമുക്കിവിടെ അനുഭവമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോൾ പുണ്യ റമളാൻ മാസവുമാണ്. അപ്പോൾ നോക്കി നിങ്ങൾ, ഒരു ദിക്റ് ചൊല്ലിയാൽ, ഒരു അസ്തഗ്ഫിറുള്ള ചൊല്ലിയാൽ, ഒരു സുബ്ഹാനല്ല ചൊല്ലിയാൽ, ഒരു അൽഹംദുലില്ലാ ചൊല്ലിയാൽ 70,000 പ്രതിഫലം കിട്ടുന്ന മാസമാണ് പുണ്യമാക്കപ്പെട്ട പൂക്കാല മാസം റമളാൻ മാസം. അതുകൊണ്ട് ചൊല്ലാൻ നിയ്യത്താക്കിക്കോളി. ഇൻഷാ അല്ലാ നിങ്ങളെ ഏത് വഴിക്കുള്ള വിഷമമാണെങ്കിലും പ്രയാസമാണെങ്കിലും നിങ്ങൾ ഇടങ്ങേറാണെങ്കിലും അതിനൊരു സമാധാന വഴി അല്ല നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും, അതുറപ്പാണ്. ഇൻഷാ അല്ലാ എന്നങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. ഇൻഷാ അല്ലാ റബ്ബേ, എനിക്കും ഒരുപാട് കടങ്ങളുണ്ട്, എൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ ഞാനും ഇതുപോലെ നിയ്യത്താക്കി ദിവസവും ചൊല്ലും എന്നങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ. നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ റമളാൻ മാസം അങ്ങോട്ട് നമ്മോട് വിട പറയുമ്പോഴേക്കും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, ഒരു റാഹത്തിൻ്റെ വഴി നമുക്ക് തുറന്ന് അള്ളാഹു നൽകട്ടെ. നമ്മൾ ഓരോ ദിവസമായിട്ട് ചൊല്ലുന്ന ദിക്റിൻ്റെ ഒക്കെ അഫ്ളല് നാളെ നമ്മൾ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുന്ന സമയത്ത് അവിടേക്ക് നമുക്കൊരു കൂട്ടുകാരനാക്കി അള്ളാഹ് മാറ്റി തരട്ടെ ഇൻഷാ അല്ലാ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടവർ നിയ്യത്താക്കിക്കോളി, തീർച്ചയായിട്ടും ഫലം കിട്ടും. റമളാൻ മാസം ചൊല്ലുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. ഇനിയിപ്പോൾ ഞാൻ നല്ലൊരു സമയം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഏതെന്നറിയോ? തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ ശേഷം നല്ല ഫലം കിട്ടുന്ന സമയമല്ലേ അല്ലേ? തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എല്ലാ ദിവസവും റമളാൻ കഴിയുന്നത് വരെ ഇതേപോലെ അങ്ങോട്ട് നിയ്യത്താക്കിക്കോളി. ഇൻഷാ അല്ലാ ഞാൻ ഇതുപോലെ നിയ്യത്താക്കി ചൊല്ലും. എൻ്റെ ഭർത്താവിൻ്റെ കടം വീടാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജോലിയില്ല ഭർത്താവിന്, ജോലി ശരിയാവാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മക്കളെ മറ്റെന്തെങ്കിലും പ്രയാസം മനസ്സിലുണ്ട് അത് ശരിയാവാനാണെങ്കിൽ അങ്ങനെ നിയ്യത്താക്കിക്കോളി. അള്ളാഹുവേ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ലാ. ഇലാ ഹളറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബേ റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റുകളും സലാത്തുകളും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് പേര് കടം കൊണ്ടുള്ള പ്രയാസം മൂലം വിഷമിക്കുന്നവരാണുള്ളത്. അല്ലാഹുവേ, അവർക്ക് കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഈ പുണ്യ റമളാനിൽ കാണിച്ചു കൊടുക്കണേ അല്ലാ. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് റഹ്മാനെ. മനസ്സിന് സമാധാനമില്ലാതെ വേദനിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രയാസം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. മക്കൾ നോക്കാത്ത പ്രയാസം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാനുള്ള മനസ്സ് മക്കൾക്ക് നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മാനസികമായിട്ടുള്ള ടെൻഷനുകൾ നീ തീർക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ഞങ്ങളെ ആമീൻ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.